Good morning. Today we are going to discussing about the Lagrangian and Hamiltonian formulation. This is the first module in classical mechanics. Lagrangian and Hamiltonian formulation. Okay. First we are going to discuss about the Lagrangian formulation. Lagrangian formulation. ഓക്കെ, നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന പുതിയൊരു പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ എന്നുള്ളൊരു മൊഡ്യൂളാണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനാണ്. ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ പറയുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ യൂസ് എന്താണ്, അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് എത്തുന്നത്. നമുക്കറിയാം, ഒരു ഫിസിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒന്നാണ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ കോർഡിനേറ്റ് വേണം. കോർഡിനേറ്റ് 2-3 തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, പോളാർ കോർഡിനേറ്റ്, അതുപോലെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. ഇങ്ങനെയുള്ള 3 രീതിയിലുള്ള നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർട്ടീഷ്യൻ, പോളാർ, സിലിണ്ടറിക്കൽ. ഇതിൽ ഏത് കോർഡിനേറ്റ് യൂസ് ചെയ്താലാണ് 3 കോർഡിനേറ്റ് നമുക്കൊരു പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഏത് കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്താലാണ് ആ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ളൊരു കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പോളാർ കോർഡിനേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ റേഡിയസ് ഉണ്ടാവും, അതിനൊരു പർട്ടിക്കുലർ പൊസിഷനും ഉണ്ടാവും. അതായത് തീറ്റ ആംഗിളും ഉണ്ടാവും. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഒരു സർക്കുലർ മോഷനിലുള്ള ഒരു പ്രോബ്ലത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡിസ്കസ് ചെയ്യാൻ പറ്റുക. വേറൊരു എക്സാമ്പിൾ, നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. പ്രൊജക്റ്റൈൽ മോഷനിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ, അതായത് ഒരു ഗിവൺ ആംഗിളിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു എന്ത് ചെയ്യുക, ത്രോ ചെയ്യുക ഒരു പർട്ടിക്കുലർ ആംഗിളിൽ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. അതായത് അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. എന്ന് വിചാരിച്ച് പോളാർ സിസ്റ്റം വളരെ ചൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലത്തിന് ആപ്റ്റ് അല്ല എന്നല്ല, അത് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ സിംപ്ലിസിറ്റി നമുക്ക് കിട്ടുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യുക എന്നതാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതായത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, ഒരു പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഏതൊരു സിസ്റ്റം കോർഡിനേറ്റാണ് ചൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യാനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് റെഫറൻസും ഇല്ലാതെ തന്നെ, അതായത് ഒരു കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാതെ തന്നെ നമ്മളൊരു ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാണെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് we write the equation of motion without any specific reference of the coordinate system used. ഈ ഒരു അപ്രോച്ചിന് പറയുന്ന പേരാണ് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ എന്നാണ് പറയുക. അതായത് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യാതെ തന്നെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം, അതും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട്.
ഈ ഒരു അപ്രോച്ചിൽ പറയുന്ന പേരാണ് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫോർമുലേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് to write the equation of motion without any specific reference of the coordinate system used. This is the approach of Lagrangian formulation in classical mechanics. Okay, that's next constraint. Constraint എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലുള്ള ഒരു മോഷനെ അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ തടയാനുള്ള ഒരു കണ്ടീഷൻ. ആ കണ്ടീഷന് പറയുന്ന പേരാണ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഓർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഇൻ ജനറൽ ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ സംവെയർ. ദസ് കൺസ്ട്രെയിൻറ്റ് ഈസ് ദ റെസ്ട്രിക്ഷൻ ഇൻ ദ ഫ്രീഡം ഓഫ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ദ ഫോം ഓഫ് കണ്ടീഷൻ which must be satisfied by their coordinates or allowed in their coordinates. അതായത് നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രോബ്ലത്തെ നമ്മളൊരു കണ്ടീഷൻ വെച്ച് ഒരു തരത്തിലുള്ള മോഷനെ നമ്മൾ തടയുകയാണെങ്കിൽ എങ്ങനെയാണ് തടയുന്നത് വെച്ചാൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കണം. അങ്ങനെ തടയുകയാണെങ്കിൽ ആ തടയുന്ന ഒരു ഇതിന് പറയുന്ന പേരാണ് കൺസ്ട്രെയിൻറ്റ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ റേഡിയസിൽ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന റേഡിയസിൽ ഒരു ഒബ്ജക്റ്റ് റിവോൾവ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷൻ ആകുമ്പോൾ ആർ ആൻഡ് തീറ്റ നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ആർ ആൻഡ് തീറ്റ എന്ന് പറയുന്ന കോർഡിനേറ്റാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അതിൽ ഒരു വേരിയബിളിനെ നമ്മൾ ഫിക്സ് ചെയ്തു. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഇത് മീൻ ചെയ്യുന്നത് എന്താ? ഈ ഒരു പാർട്ടിക്കിളെ 5 സെൻറ്റിമീറ്റർ റേഡിയസിൽ എന്ത് ചെയ്താൽ മതി? റിവോൾവ് ചെയ്താൽ മതി എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റേഡിയസ് ഈ ഒബ്ജക്റ്റിന് നിർണ്ണയിക്കാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ എന്ത് ചെയ്യാണ്? റെസ്ട്രിക്റ്റ് ചെയ്യണം. ആ ഫ്രീഡത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഈ കണ്ടീഷൻ, അതായത് ആർ ഇസ് ഈക്വൽ ടു 5, ഇതൊരു കണ്ടീഷനാണ്. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് കൺസ്ട്രെയിൻറ്റ്. അതായത് ദ റെസ്ട്രിക്ഷൻ ഓഫ് ദ ഫ്രീഡം ഓഫ് മോഷൻ ഇൻ ദ ഫോം ഓഫ് എ കണ്ടീഷൻ വിച്ച് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ദ ഗിവൺ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് സിസ്റ്റം. വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ S² + Y² is equal to R², വേർ R is the അല്ലെങ്കിൽ L². L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്നാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ എക്സിൻ്റെയും വൈൻ്റെയും സ്ക്വയറിൻ്റെ സമ്മേഷൻ എന്നുള്ളത് നമ്മളൊരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേ? ഈ ഒരു കണ്ടീഷന് പറയുന്നത്, അതായത് ഒരു മോഷൻ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തു, എക്സും വൈയും കൂട്ടി അതിൻ്റെ സ്ക്വയർ സമ്മേഷൻ ചെയ്താൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടണം. നമ്മളൊരു കണ്ടീഷൻ കൊണ്ടുവരാണ്. ഈ കണ്ടീഷൻ കൊണ്ടുവരുന്നത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ആ കണ്ടീഷൻ കൊണ്ടുവരുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആർ കോൾഡ് കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് കൺസ്ട്രെയിൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അടുത്തൊരു എക്സാമ്പിളിൽ അടുത്തൊരു സെക്ഷൻ എന്നുള്ളത് ഓളോനോമിക് ആൻഡ് നോൺ ഓളോനോമിക് കൺസ്ട്രെയിൻറ്റ്. ഓളോനോമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന കൺസ്ട്രെയിൻറ്റിനെ ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ f(x, y, z) is equal to 0 എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആ ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻറ്റിനെ പറയുന്ന പേരാണ് ഓളോനോമിക് കൺസ്ട്രെയിൻറ്റ് എന്നാണ് പറയുക. ഓളോനോമിക് കൺസ്ട്രെയിൻറ്റ്. ഇനി അതല്ല f(x, y, z) is not equal to 0 എന്നുള്ളൊരു കണ്ടീഷനാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻറ്റിന് പറയുന്ന പേരാണ് നോൺ ഓളോനോമിക് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കൺസ്ട്രെയിൻ്റാണ് വരുന്നത്, ഓളോനോമിക് ആൻഡ് നോൺ ഓളോനോമിക്. ഓളോനോമിക് എന്ന് പറഞ്ഞാൽ ഈക്വൽസ് ടു 0 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്ന കേസും നോൺ ഓളോനോമിക് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുന്ന കേസും. നമുക്ക് രണ്ട് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം.
ഒന്നാമത്തെ ഓളോണോമിക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു സർക്കുലർ മോഷൻ. ആ സർക്കുലർ മോഷൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ r = 5 എന്നുള്ളൊരു കണ്ടീഷൻ, ദാറ്റ് ഈസ് r - 5 = 0. ദിസ് ഈസ് എ കൺസ്ട്രെയിൻറ്റ്. ഈ കൺസ്ട്രെയിൻറ്റിനെ നമ്മൾ എഴുതിയിട്ടുള്ളത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പോളാർ കോർഡിനേറ്റ് ആണ്. അപ്പോൾ f(r) എന്നതായിരിക്കും ദാറ്റ് ഈസ് = 0 എന്നുള്ള കേസിലേക്ക് വന്നു. സോ ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഈസ് കോൾഡ് ഓളോണോമിക് കൺസ്ട്രെയിൻറ്റ്. അതായത് ഒരു മോഷൻ ഇതിൻ്റെ സർക്കംഫറൻസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഓൺ ദ സർക്കംഫറൻസ്. ഇനി ഔട്ട്സൈഡ് ഓഫ് ദ സർക്കംഫറൻസ് ആണെങ്കിൽ, അതായത് ഈ ഒരു സ്പേസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിൻ്റെ റേഡിയസ്, പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും. അതായത് പാർട്ടിക്കിളിൻ്റെ റേഡിയസ് ആണ്, ഈ സർക്കുലർ മോഷൻ്റെ റേഡിയസ് അല്ല. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് r - 5 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളൊരു കേസാണ് വന്നിട്ടുള്ളത്. ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഈസ് കോൾഡ് നോൺ ഓളോണോമിക് കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള കൺസ്ട്രെയിൻ്റ് ആണ് നമ്മൾ പറയുന്നത്, ഓളോണോമിക് ആൻഡ് നോൺ ഓളോണോമിക് കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, ദെൻ അടുത്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ സ്പെസിഫൈ ചെയ്യാനുള്ള മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സിനാണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോർഡിനേറ്റ്സിനാണ് നമ്മൾ എന്താ പറയുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുക. ദാറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് required to specify the position of dynamical system consisting of one or more particle is called the number of degrees of freedom. For example, ഒരു സ്പേസിലുള്ള ഒരു മോഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുക. സ്പേസ് എന്ന് പറയുമ്പോൾ 3 കോർഡിനേറ്റ് സിസ്റ്റം വേണം. അതായത് എക്സ്, വൈ, സെഡ്, 3 സെറ്റ്. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 സെറ്റ് ഓഫ് കോർഡിനേറ്റ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ സ്പേസിൽ ഒരു പാർട്ടിക്കിളാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ 3 കോർഡിനേറ്റ് സിസ്റ്റം മതി. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ കേസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. എവിടെ? സ്പേസിൽ. ഇനി സപ്പോസ് n പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n ആയിട്ട് മാറും. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയും എപ്പോൾ? കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിൽ. സപ്പോസ് കൺസ്ട്രെയിൻറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു k. k is a number 1 or 2, 3 etc. അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3n - k ആയിട്ട് എന്ത് ചെയ്യും? അവിടെ റെഡ്യൂസ് ചെയ്യും ഇഫ് k കൺസ്ട്രെയിൻറ്റ് ഈസ് പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിളാണെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മതി. അതായത് 3 കോർഡിനേറ്റ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ n is a number 3n. ഫോർ എക്സാമ്പിൾ n is equal to 10 ആണെങ്കിൽ 30 കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ 30 എന്താ പറയുക കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയാൽ മതി. ഈ ഒരു 10 പാർട്ടിക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി സപ്പോസ് k കൺസ്ട്രെയിൻറ്റ് വരുന്നെങ്കിൽ അവിടെ 3n - k ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് അവിടെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് കൺസ്ട്രെയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. കൺസ്ട്രെയിൻറ്റിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറയും. ഓക്കെ, നെക്സ്റ്റ് കോൺഫിഗറേഷൻ സ്പേസ്. കോൺഫിഗറേഷൻ സ്പേസ്. കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ ആണ്. ഈ റീജിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3n ഡയമെൻഷനിലുള്ള ഒരു റീജിയൻ ആയിരിക്കും. 3n ഡയമെൻഷനിലുള്ള ഒരു റീജിയൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്പേസ് ആണ്. ആ സ്പേസിന് പറയുന്ന പേരാണ് കോൺഫിഗറേഷൻ സ്പേസ്. അതായത് 3n ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു 3n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ മൊത്തം സിസ്റ്റത്തെ ഈ ഒരു പർട്ടിക്കുലർ സ്പേസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റമായിട്ട് എന്താ പറയുക സ്പേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ 3n പാർട്ടിക്കിൾസിൻ്റെ സിസ്റ്റമായിട്ട് ഈ ഒരു സ്പേസിനെ നമുക്ക് മാറ്റാൻ പറ്റും. ആ ടൈപ്പ് ഓഫ് സ്പേസിന് പറയുന്ന പേരാണ് കോൺഫിഗറേഷൻ സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്.
ഓക്കെ, ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നോർമലി 2 ഡിഫിക്കൽറ്റീസാണ് സാധാരണ എന്ത് ചെയ്യുക അനുഭവപ്പെടാറ്. അതിലൊന്നാമത്തെ ഡിഫിക്കൽറ്റീസ് എന്ന് പറഞ്ഞത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കൺസ്ട്രെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൊസിഷൻ കോർഡിനേറ്റുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. കാരണം നമ്മൾ പറഞ്ഞത് ദാറ്റ് ഈസ് എഫ് ഓഫ് ആർ ഐ, അത് എക്സ് ആവാം, വൈ സെഡ് ആവാം, അല്ലെങ്കിൽ ആർ തീറ്റ പോലത്തെ ഏത് കോർഡിനേറ്റും ആയിക്കോട്ടെ, ആ ഒരു കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നായിരിക്കും എന്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താ പറയുക കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഇതിന് കേസിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ആർ ആൻഡ് തീറ്റ എന്നുള്ളൊരു കേസ് നമ്മൾ എടുക്കുകയാണ്. ഇതിൽ ആർ എന്ന് പറയുന്നത് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ കൺസ്ട്രെയിൻ്റ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. മാത്രമല്ല ഈ 2 കോർഡിനേറ്റ് എന്നുള്ളതും ആറും തീറ്റ എന്നുള്ളത് പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ഡിഫിക്കൽറ്റി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കി പകരം നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്നുള്ള ഒരു കേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും കൊണ്ടുവരും. ജനറലൈസ്ഡ് കോർഡിനേറ്റ് അതിൻ്റെ എങ്ങനെയാണ് റെപ്രസെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്യെ പറയാം. രണ്ടാമത്തെ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല എങ്കിലും ഞാൻ പറയുകയാണ്. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു കൺസ്ട്രെയിൻഡ് പ്രസൻ്റ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നതും കൺസ്ട്രെയിൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് കൺസ്ട്രെയിൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് എന്ത് സിസ്റ്റത്തിൻ്റെ കൺസ്ട്രെയിൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് എന്ത് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് ഫോഴ്സിൻ്റെ ടേംസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ റീസോൾവ് ചെയ്തിട്ട് ഫോഴ്സിൻ്റെ ടേമിനെ നമ്മൾ എന്ത് ചെയ്യാണ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫോഴ്സ് ഇല്ലാതെ തന്നെ നമ്മളൊരു ഇക്വേഷൻ ഓഫ് മോഷനെ നമ്മൾ എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഫോഴ്സിൻ്റെ ഒരു ഉപയോഗം നമുക്കിവിടെ എന്തില്ല ഇല്ലാതെയാവാണ് ചെയ്യുന്നത്. ആ ഒരു ഡിഫിക്കൽറ്റി ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിലേക്ക് വരികയാണ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ് കൊണ്ടുവരുന്ന കേസ്. സപ്പോസ് n പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ k ഇക്വേഷൻ ഓഫ് കൺസ്ട്രെയിൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n - k ആയിരിക്കും. ഓക്കെ, ഈ മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് xi is equal to xi of q1 q2 എക്സെട്ര. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? q 3n - k ഇൻറ്റു t. ഈ രീതിയിലാണ് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് 3n - k എന്നുള്ളൊരു കേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും കൊണ്ടുവരും. അതായത് മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം ആർ കോൾഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ xi is equal to xi of q1 q2 എക്സെട്ര. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നുണ്ട് അത്രയും ക്യൂവിൻ്റെ വാല്യൂസ് കോമ ഇൻറ്റു ടി. ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം കിട്ടുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ith പാർട്ടിക്കിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 കോർഡിനേറ്റ് സിസ്റ്റം xi വരുന്നുണ്ട്, yi വരുന്നുണ്ട്, zi വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് xi ഇൻറ്റു q1 q2 എക്സെട്ര q 3n - k കോമ t എന്നായിരിക്കും. ദെൻ yi is equal to q1 q2 എക്സെട്ര q 3n - k കോമ t എന്ന് വരും. ദെൻ zi is equal to zi of q1 q2 എക്സെട്ര q 3n - k കോമ t എന്ന് വരും. ഇപ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ri is equal to ri of q1 q2 എക്സെട്ര q 3n - k കോമ t. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞത് 2-3 കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ മൂന്ന് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ഒന്നായിരിക്കും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ സ്പേസിലുള്ളതായിരിക്കണം. അല്ലെങ്കിൽ കോൺഫിഗറേഷൻ സ്പേസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, വേരി ചെയ്യാൻ പാടില്ല. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻറ്റോ ആണെങ്കിലും എന്തോ ആണെങ്കിലും അത് വേരി ചെയ്യാൻ പാടില്ല. പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. മാത്രമല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേ മസ്റ്റ് സിംപ്ലിഫൈ മാത്തമാറ്റിക്കലി കാൽക്കുലേഷൻ. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് സൂട്ടബിൾ ആയിട്ടുള്ള സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെ ആയിരിക്കണം ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോൺഫിഗറേഷൻ സ്പേസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊണ്ടുവരുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞത് പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഇറ്റ് ഈസ് വെരി ആർബിട്രറിലി വിത്തൗട്ട് വയലേറ്റിംഗ് ദ കൺസ്ട്രെയിൻറ്റ് ഓഫ് ദ സിസ്റ്റം. മൂന്നാമത്തത് ദേ മസ്റ്റ് സിംപ്ലിഫൈ ദ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ പ്രോബ്ലത്തിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. സോ അടുത്ത നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാം. സോ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.